മിക്കി മോളെ നമ്മളെവിടെയാ പോകുന്നേ? നമ്മളെവിടെയാ പോകുന്നേ? ഇത് നോക്കി പറ, എവിടെയാ പോകുന്നേ? ഏതില്? എവിടെയാ പോകുന്നേ? ഏതില് പോണേ? ഷോപ്പിങ്ങിന് പോവാന്ന് പറ. പോയിട്ട് അവിടെ എത്തിയിട്ട് കാണാന്ന് പറ. ആ ഓക്കെ, ബൈ ബൈ പറ. പോകാം. അപ്പം മഴക്കാലമായാലും നമുക്ക് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വാങ്ങണമല്ലോ, ഇന്നർ വെയേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. നമ്മൾ കുന്നമംഗലം ഫാമിലിയിലാണ് കേട്ടോ പോയത്. കുന്നമംഗലത്തൊക്കെ ഇതുവരെ അങ്ങനെ അധികം ഷോപ്പുകളൊന്നും കയറിയിട്ടില്ല, ട്രെൻഡ്സിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. അപ്പം ഫാമിലിയിൽ കയറി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതാ മിക്കിമോക്ക് ഇതെടുത്തതാണ് കേട്ടോ. അവൾക്ക് പിന്നെ ആദ്യമായിട്ടാട്ടോ ഇതിൻ്റെ കൂട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ലേസും അങ്ങനത്തെ കൂട്ടൊക്കെയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നൈറ്റി എടുക്കാൻ പോയിട്ടോ. അപ്പം എടുത്തു കേട്ടോ, 2 എണ്ണം എടുത്തു. ഇതൊക്കെ ചേട്ടായിട്ട് ഭയങ്കരമായിട്ട് പോളിസ്റ്റർ കൂടിയ തുണിയായിരുന്നത്. അപ്പോൾ അതിങ്ങനെ വെച്ച് നോക്കുക കേട്ടോ. ഡാഡൂസ് വീഡിയോ പിടിച്ചതാണ്, അപ്പോൾ എടുത്തിട്ട് അങ്ങനെ അത് ഞാൻ വേണ്ടാന്ന് വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് നോക്കി. അപ്പം എനിക്കൊരു കഫ്താൻ മോഡൽ എടുക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മോഡലാണല്ലോ, ഞാൻ ഇതുവരെ ഇട്ടില്ല. അപ്പോൾ ഒരെണ്ണം അതിട്ടാൽ എടുത്തു, ഒന്ന് സാധാരണ സ്റ്റൈലിൻ്റെ എടുത്തു കേട്ടോ. അത് മിക്കി മോളൊക്കെ ഓട്ടിക്കളിക്കുകയാണ് കേട്ടോ, പിടിച്ചാലും കിട്ടുന്നില്ല. പിന്നെ അവളെ നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇത് ഡാഡൂസ് എടുക്കുന്ന കേട്ടോ. ഇതൊന്നും എടുക്കുന്നത് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ, വീഡിയോ എടുക്കുന്നത്. മുടിയൊക്കെ അപ്പടി പോയി കിടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ബാക്കോട്ടൊന്നും നോക്കാത്ത മനസ്സിലാവുന്നില്ല കേട്ടോ നമുക്ക്. മുടിയൊക്കെ ബാക്കൊന്നും കാണാത്തത് കൊണ്ട് ഇങ്ങനെ ഇത്രയും പോറായിട്ട് കിടക്കുകയെന്ന്. പിന്നെ മിക്കിമോളുടെ പുറകെ ആയിരുന്നു അവൾ ഓടി കളിക്കുമായിരുന്നു. ഇതാണ് കേട്ടോ ഒരു നൈറ്റി എടുത്തത്, ഗ്രീൻ കളറ്. പിന്നെ ഒരു കഫ്താനും എടുത്തു കേട്ടോ. ഇതൊന്നും പോരാ വീട്ടിൽ നിന്ന് ഇടാൻ, ഒക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പം നിൽക്കുന്നിടത്ത് ഇടാനും ഉണങ്ങാൻ വിരിച്ചിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ അപ്പോൾ SM സ്ട്രീറ്റിൽ പോയിട്ട് എടുക്കാൻ ബാക്കിയെന്ന് വിചാരിച്ചു. കാരണം നോർമൽ നൈറ്റി അല്ലാതെ ടീഷർട്ടും പാൻറ്റൊക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബെഡ്ഷീറ്റ് ഒന്ന് നോക്കി നമുക്ക്. പിന്നെ കൈലി മുണ്ട് ചേട്ടായിക്ക് ഉണങ്ങുന്നില്ല. അപ്പോൾ പിന്നെ നോക്കി ഒരെണ്ണം എടുത്തു, ഒരു മുണ്ടെടുത്തു. മുണ്ട് ബാക്കി ചേട്ടായിക്ക് അത്ര അങ്ങനത്തെ അല്ല, വേറെ ടൈപ്പാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേറെ എടുത്തു കേട്ടോ. പിന്നെ ബില്ലിങ്ങിന് പോയപ്പോഴത്തേക്ക് അവർ ഈ ബലൂൺ വാങ്ങിയിട്ട് കളിയായിരുന്നു. അപ്പം അവൻ്റെ കയ്യിലുള്ള ഒരെണ്ണം കൂടെ വാങ്ങി. പിന്നെ അവൻ പോയി 2 എണ്ണം വാങ്ങിക്കൊണ്ട് വന്നപ്പം അതൊന്നും വേണ്ട, അപ്പോൾ അവൻ്റെ കയ്യിലുള്ളത് മതി, എല്ലാം കൂടെ അവൾക്ക് ഒരുമിച്ച് പിടിക്കണം. അങ്ങനെ വഴക്ക് കൂടുകയാണ് കേട്ടോ. പിന്നെ കുടയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല, വേഗം തിരിച്ചു വരേണ്ടത് കൊണ്ട് കുട വാങ്ങിയില്ല. എനിക്ക് കുടയൊന്നുമില്ല, പുറത്തേക്ക് പോകണേ. പിന്നെ അവൾക്കൊരു ക്രോക്സ് വാങ്ങി. പിന്നെ എൻ്റേത് ഷൂ ആയിരുന്നു, നനഞ്ഞ് നിൽക്കുന്ന, ഉണങ്ങുന്നില്ലായിരുന്നു. അപ്പം എനിക്കൊരു ക്രോക്സ് വാങ്ങി കേട്ടോ. പുറത്ത് പോകാൻ വേറെ ഇല്ലാത്തതുകൊണ്ട് ക്രോക്സ് വാങ്ങി. കളക്ഷനൊക്കെ ഉള്ളൊരു കടയായിരുന്നു കേട്ടോ ക്രോക്സിൻ്റെ.